പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന കസേര നിസ്കാരക്കാർ. അവർ ചിലപ്പോൾ നിസ്കാരം തുടങ്ങുന്നത് തന്നെ കസേരയിൽ ഇരുന്നു കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്നുകൊണ്ട് തുടങ്ങുകയും റുകൂഅ് സുജൂദുകൾക്ക് വേണ്ടി കസേരയെ ആശ്രയിച്ച് ഇരിക്കുകയും ചെയ്യുന്നത് കാണാം. ഇപ്പറഞ്ഞതിൽ തുടക്കത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ മറ്റുള്ളവർ സഫ് കെട്ടുന്ന പോലെ അവരുടെ കാൽപാദത്തിനനുസരിച്ചാണ് തങ്ങളുടെയും കാൽപാദങ്ങൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കസേര പിന്നിലേക്ക് നിൽക്കും. അപ്പോൾ പിന്നിൽ വരുന്ന സഫ് കെട്ടുന്നവർക്ക് അത് ഒരു തടസ്സമാകില്ലേ? കസേര പിന്നിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ ഒരാൾക്കവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നതാണ് മറ്റുള്ളവരുടെ സംശയം, ആശങ്ക. അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന മറുപടി അല്ലെങ്കിൽ പരിഹാരം, അത് കാര്യമാക്കേണ്ടതില്ല. അവിടെ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് ആ സഫിൽ ഈ കസേരയുടെ പിന്നിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. അവിടെ ഒരു തൂണുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതുപോലെ തന്നെയാണ് കസേര നിൽക്കുന്ന കാര്യവും. അതുകൊണ്ട് അത് സാരമാക്കേണ്ടതില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്.